LBSന്റെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ 2025 അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡിസംബർ 31-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്തിരുന്നത്. സോ ടോക്കൺ ഫീസ് റീഫണ്ടിന് വേണ്ടിയുള്ള ലിങ്ക് ഇപ്പോൾ ഹോം പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ടോക്കൺ ഫീസിന് റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് LBSന്റെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം അങ്ങനെയുള്ളവർക്ക് റീഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, LBSന്റെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്യുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെയാണ് റീഫണ്ടിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന്. എല്ലാവരും എന്ത് ചെയ്ത് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട് റീഫണ്ട് ഓഫ് ഫീസിൻ്റെ കാര്യം. കാൻഡിഡേറ്റ്സ് ഹു ക്യാൻസൽ ദെയർ അഡ്മിഷൻ ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ആർ എലിജിബിൾ ഫോർ റീഫണ്ട് ഓഫ് ഫീസ്. അതായത് അഡ്മിഷൻ്റെ ക്ലോസിംഗ് ഡേറ്റിന് മുൻപ് എന്ത് ചെയ്താൽ സ്റ്റുഡൻസ് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. റീഫണ്ട് ഓഫ് ഫീസ് ഈസ് ആൾസോ അഡ്മിസിബിൾ ടു ദ കാൻഡിഡേറ്റ്സ് who secure admission through an allotment of Commissioner for Entrance Examinations Kerala for the year 2025. അതായത് കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ കേരള അതുവഴി അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുത്തവർക്കാണെങ്കിൽ ടോക്കൺ ഫീസ് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്യത്തില്ല. അഡ്മിഷൻ ക്ലോസ് ചെയ്ത് 3 മാസത്തിനുള്ളിൽ തന്നെ റീഫണ്ടിന് വേണ്ടുന്ന ഫോർമാലിറ്റീസ് ചെയ്യുന്നവർക്ക് മാത്രമേ റീഫണ്ടിന് വേണ്ടി കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇനി എക്സസ് ഫീസിൻ്റെ കാര്യം, അതായത് എക്സസ് ഫീസ് എന്തെങ്കിലും കാൻഡിഡേറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് ടോക്കൺ ഫീസ് റീഫണ്ട് കിട്ടുന്നത്. LBSന്റെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ചില പ്രത്യേക കേസുകളിൽ, അതായത് കാൻഡിഡേറ്റ് കോളേജിൽ നിന്നും TCക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്മിഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്ന പക്ഷം ടോക്കൺ ഫീസ് റീഫണ്ട് കൊടുക്കത്തില്ല. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്നും TC അല്ലെങ്കിൽ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് പോകുകയാണെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ് ലിക്വിഡേറ്റഡ് ഡാമേജസിന് വേണ്ടി പേ ചെയ്യേണ്ടതാണ്. കോളേജസ് ഒരു നിശ്ചിത എമൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈൻ ആയിരിക്കും പറയുന്നത്. അത് പേ ചെയ്യാൻ ആ ഒരു കാൻഡിഡേറ്റ് ബാധ്യസ്ഥനാണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു കോളേജിൽ നിന്നും TC വാങ്ങിച്ച് മാറുകയാണെങ്കിൽ ആ ഒരു കോളേജിന് നഷ്ടം വരുന്നതായിരിക്കും ആ ഒരു സീറ്റിൽ. സോ നഷ്ടപരിഹാരം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. LBSന്റെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ ലിക്വിഡേറ്റഡ് ഡാമേജസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ റീഫണ്ടിൻ്റെ ലിങ്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. LBSന്റെ നഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രിയുടെ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡൊക്കെ കൊടുത്ത് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ടോപ്പിലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഹോം, അലോട്ട്മെൻറ്റ്സ് ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കാണും. അതിൽ അലോട്ട്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സബ് ഓപ്ഷനായിട്ട് റീഫണ്ട്, ഓപ്ഷൻസ്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയൊക്കെ കാണിക്കും. അതിൽ റീഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. റീഫണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ഒരു ഫോമാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് പ്രസൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് കോൺടാക്റ്റ് നമ്പർ എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് ഫീസ് എത്ര രൂപയാണ് അടച്ചിട്ടുള്ളതെന്ന് അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് ഫീ റെസിപ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. റെസിപ്റ്റ് നമ്പർ എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് റീസൺ ഫോർ റീഫണ്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്, എക്സസ് ഫീ ആണോ അല്ലെങ്കിൽ അഡ്മിഷൻ ക്യാൻസലേഷൻ ആണോ എന്ന് 2 ഓപ്ഷൻ വരും. അതിലേതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്ര രൂപ ഫീസാണ് റീഫണ്ടായിട്ട് കിട്ടേണ്ടത് എന്നും കൂടെ അതിലെന്ത് ചെയ്യണം, കൊടുക്കണം. എക്സസ് ഫീസ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ഫീസ് അടച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ ആദ്യം പ്രൈവറ്റ് കോളേജാണ് കിട്ടിയത്, എന്നിട്ട് നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ നിന്ന് ഗവൺമെൻറ്റിലോട്ട് വരുമ്പോൾ ടോക്കൺ ഫീസിന് അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ആ എക്സസ് ഫീസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ കൊടുക്കേണ്ടത്. ഇത് കഴിഞ്ഞ് കൊടുക്കേണ്ടത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് ഡീറ്റെയിൽസിൽ ഫസ്റ്റ് വൺ അക്കൗണ്ട് നമ്പർ കൊടുക്കണം. അത് കഴിഞ്ഞ് റീടൈപ്പ് അക്കൗണ്ട് നമ്പർ, അത് കഴിഞ്ഞ് IFSC കോഡ് കൊടുക്കണം. ബാങ്കിൻ്റെ പേര്, സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ സിറ്റി കൊടുക്കണം. നെയിം ഓഫ് ദ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിലുള്ള അത്രയും ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ സിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ് നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ട് പേജ് ഓഫ് യുവർ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്.
പിന്നെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് ഓൺഡ് ബൈ കാൻഡിഡേറ്റ് ഒൺലി വിൽ ബി ആക്സെപ്റ്റഡ്. അതായത് കാൻഡിഡേറ്റിൻ്റെ അക്കൗണ്ട് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ദെൻ ഏറ്റവും താഴെ റീഫണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ അതിൽ കാണുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ റിമാർക്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും താഴെ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. റീഫണ്ടിനെ പറ്റി കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ LBSൻ്റെ കോൺടാക്റ്റ് നമ്പേഴ്സൊക്കെ ഒഫീഷ്യൽ സൈറ്റിൽ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റീഫണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് റീഫണ്ടിൻ്റെ ഫോം എടുക്കുന്നത് എന്നുള്ള കാര്യം വരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2025 അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. LBSൻ്റെ പുതിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്നും ഫീ റെസീപ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കണമെങ്കിൽ ഫെബ്രുവരി 20 തന്നെ അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഫെബ്രുവരി 20 ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും, ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാനോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വയ്ക്കാനോ ഉണ്ടെങ്കിൽ ഫെബ്രുവരി 20 തന്നെ അതെല്ലാം ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ ഡീറ്റെയിൽസൊക്കെ പിന്നെ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2026 വീണ്ടും ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ടാണ് ഇത് 2025 BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ ലാസ്റ്റത്തെ വീഡിയോ ആണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ 2025 എന്ന് പറയുന്ന വർഷത്തിൽ കുറേ പേർക്ക് നഴ്സിംഗിൽ അല്ലെങ്കിൽ വേറെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് ആയാലും അതിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സസിന് പോകുന്നവരും ഉണ്ടാവും. അതോടൊപ്പം തന്നെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവരും ഈ കൂട്ടത്തിൽ കാണും. വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പോയവരും കാണും. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക, പിന്നെ നല്ലവണ്ണം പഠിക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധിച്ചതിൽ ഞാൻ നിങ്ങളോട് താങ്ക് യു പറയുകയാണ്. ധാരാളം പേര് ഡൗട്ട്സൊക്കെ ചോദിച്ചു. സോ എന്നാൽ കഴിയുന്ന വിധം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് യൂസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഫീൽഡിൽ എത്താനായിട്ട് സാധിക്കട്ടെ. റീഫണ്ടിന് അപ്ലൈ ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു.